ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫ്രിഡ്ജൊക്കെ കാണുന്നുണ്ട്, സോറി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നും മമ്മി ദുബായിലേക്ക് പോവാണ്. ഞാൻ സെപ്റ്റംബറിലെ പോവുള്ളൂ. കാരണം എനിക്ക് 2 മാസം വെക്കേഷൻ ഉണ്ട്. മമ്മി നേഴ്സ് ആയതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യാനുണ്ട്, അവിടെ ജോലിക്ക് പോകാറുണ്ടല്ലോ. അപ്പോൾ 1 മാസമാണ് മമ്മിയുടെ വെക്കേഷൻ. അപ്പോൾ 1 മാസം കഴിഞ്ഞ് അപ്പോൾ തിരിച്ച് പോവാണ്. അമ്മ അവിടെ ഇരിക്കുന്നത്, നമ്മുടെ 2 പെട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. മമ്മി ഇങ്ങോട്ടേക്കോ. പുതിയ ചുരിദാറാണ്, അപ്പച്ച അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ വായിലും മിഠായാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദം വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോവാണ്. നമ്മളിനി എയർപോർട്ടിൽ പോകണം, വണ്ടി ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ അവിടെ കാര്യങ്ങളെ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പച്ചൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പച്ചൻ വരാത്ത കാരണം ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഞാനും മമ്മി അമ്മ ആയിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുന്നത് മീൻസ് ഇങ്ങനെ വല്ല ആപ്പിലൂടെ ബുക്ക് ചെയ്തിട്ടുള്ളതൊന്നുമല്ല കേട്ടോ. നമ്മുടെ പരിചയത്തിലുള്ള ആളോട് പറഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വിളിപ്പിച്ച് പൈസ കൊടുത്താൽ അങ്ങനെ കേട്ടോ, അങ്ങനെ ഒരു രീതിയിൽ. അപ്പോൾ ചാപ്റ്റർ ക്ലോസ്. അടുത്ത് നമ്മൾ പറയാൻ വന്നത് നല്ല വഴിയോടാണ് പോകുന്നത്. നമ്മൾ പോണ വഴിക്കാന്ന് വെച്ചാൽ 2 ധ്യാന കേന്ദ്രം ഉണ്ടായിരുന്നു. ജെറുസലേം ധ്യാന കേന്ദ്രവും പിന്നെ വേറൊരു ധ്യാന കേന്ദ്രം. പക്ഷേ ആ ധ്യാന കേന്ദ്രത്തിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ കുറേ പള്ളികൾ നമ്മൾ 2-3-4 പള്ളികൾ കണ്ടു. പിന്നെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ പോയിട്ടുണ്ട്. നല്ലതാണ് പറയുമ്പോൾ നല്ലതാണ്. ഞാൻ പോയിട്ടുണ്ട്. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത് അടിപൊളിയാണ്. പിന്നെ നമ്മൾ പോവാണ്. പിന്നെ നമ്മൾ പോകുന്നത് ടോള് വഴിയില്ല, നമ്മൾ ടോൾ ഒഴിച്ചിട്ടാണ് പോകുന്നത്. അതാണ് അവിടെ ഒരു പച്ചബോർഡ് കണ്ടത്, നിങ്ങൾ കണ്ടോ? പച്ചബോർഡ് കണ്ടത്. നമ്മൾ ടോൾ ഒഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ പൈസ കൊടുക്കേണ്ട. രണ്ടാമത്തെ കാര്യം ഭയങ്കര ക്യൂ ആയിരിക്കും. പിന്നെ എന്തിനാ വെറുതെ, പെട്ടെന്ന് എളുപ്പ വഴിയാണിത്. അപ്പോൾ അതുകൂടെ പോകുന്നു. പിന്നെ ടോൾ ഒഴിച്ചിട്ട് ഇങ്ങനെ വഴി കൂടെ പോകുമ്പോൾ ഭയങ്കര ഫുൾ ഗ്രാമപ്രദേശം കണ്ടോ. ഏരിയ ഒക്കെ ഭയങ്കര വലിയ തണലേകുന്ന മരവും അങ്ങനെയാണ്. നല്ല രസമൊക്കെയാണ്. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ അധികം ഇതുണ്ടാവില്ല, പക്ഷെ നേരിട്ട് നല്ലൊരു ഭംഗി തന്നെയാണ്. കാരണം നമ്മളുടെ ഭാഗത്ത് ഇങ്ങനത്തെ പാടം ഏരിയ ഒന്നുമില്ല, ഞാൻ നിൽക്കണ ഭാഗത്തൊന്നും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഇവിടെ വലിയ മരങ്ങൾ, നല്ല രസമായിട്ടുള്ള നല്ലൊരു പ്രദേശം. പിന്നെ നമ്മൾ വരുമ്പോൾ ഒരു ആനക്കുട്ടനെ കണ്ടു. ആനേനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ്. എന്തിനാണാവോ എനിക്കറിയില്ല. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുഴ കണ്ടു. വലിയൊരു പുഴ തന്നെയാണ്. ആ പുഴയുടെ പേര് എനിക്കറിയില്ല. ഞാനത് കോതമംഗലത്തെ ട്രിപ്പിൽ പോകുമ്പോൾ ആ വഴിയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എനിവേ ഈ വഴി എന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോകാനുള്ള ഇടവഴിയാണത്. പിന്നെ ഇതുണ്ടോ, ഇത് എയർപോർട്ടിൻ്റെ അവിടെ, ഇതാണ് എയർപോർട്ടിൻ്റെ ഏരിയ ആണിത്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഏരിയ ഓൾവേസ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും എയർപോർട്ടിൻ്റെ ഏരിയ. അപ്പോൾ നല്ലൊരു ഏരിയ ആണ്. നമുക്ക് ഉള്ളിലേക്ക് എപ്പോഴാണ് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നാലാണ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തിയുള്ളൂ എന്ന് പറയാം. ഉള്ളിലെത്തിയുള്ളൂ മീൻസ് എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ക്ലിയർ ആയിട്ട് എത്തിയിട്ടുള്ളൂ എന്ന് പറയുക. പിന്നെ മമ്മിയുടെ ഫ്ലൈറ്റ് വരുന്നത് 6:50-നാണ്. മമ്മിയുടെ ഫ്ലൈറ്റ് വരുന്നത് ഇന്ത്യക്കാണ്. മമ്മിയുടെ ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ കൊച്ചി ടു ദുബായ് ആണ് കേട്ടോ. പക്ഷെ ഞാൻ സെപ്റ്റംബറിൽ വരുമ്പോൾ കൊച്ചി ടു അബുദാബിയാണ്. അതാണ് ഒരു വ്യത്യാസമുള്ളത്. ദുബായ് അബുദാബി അത്രേ ഉള്ളൂ. അപ്പോൾ ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെയിറ്റ് നോക്കി 2 പെട്ടിയുടെ കൃത്യം 30, കാരണം ഒരാൾക്ക് 30 കിലോനെ പറ്റുള്ളൂ. ഒരാൾക്ക് കൃത്യം 30 തന്നെ. ഒരെണ്ണത്തിന് 15, ഒരെണ്ണത്തിന് 15 അല്ല, ഒരെണ്ണത്തിന് 14 പോയിൻറ്റ് സംതിങ്, ഒരെണ്ണത്തിന് 15. എനിവേ 30 ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ. മമ്മി പോവാണ്. ഞാൻ മമ്മി പോണ കാര്യം ഞാൻ പറഞ്ഞല്ലോ. മമ്മി അവിടെ ദുബായിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ദുബായിൽ. അപ്പോൾ പിന്നെ മമ്മിയുടെ ലീവ് തീർന്നു. ലിമിറ്റ് ഉണ്ടാവില്ല എന്തായാലും നേഴ്സുമാർക്കൊക്കെ. അപ്പോൾ ആ ലീവ് തീർന്നതാ മമ്മി പോവാണ് അവിടെ ഹോസ്പിറ്റലിലേക്ക്, വീണ്ടും ഡ്യൂട്ടിയിലേക്ക്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മമ്മി. ഞാൻ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പെട്ടിയുടെ കാര്യം എന്ന് പറയുമ്പോൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ലഗേജ് വേണമെങ്കിൽ നമുക്ക് കൈ പിടിക്കാം, 7 കിലോൻ്റെ. പക്ഷേ നമ്മളങ്ങനെ കൊണ്ടുപോകാറില്ല, കാരണം ആൾക്കൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ കൊണ്ടുപോകാറില്ല. അതാണ് കാര്യം. അപ്പോൾ നമ്മൾ
മമ്മി അവിടെ പാസ്പോർട്ടൊക്കെ കാട്ടി കൊടുത്തിട്ട് അല്ലുള്ളി എടുത്ത് വിടാം. അപ്പോൾ ആ കാട്ടി കൊടുത്ത് എന്താ ചിരിച്ചിട്ട് ടാറ്റ ബൈ ബൈ സീ എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഇനി മമ്മി നേരെ അടുത്ത പരിപാടികളൊക്കെ ഉണ്ടല്ലോ, പെട്ടി കൊടുക്കലും ഇമിഗ്രേഷനും അങ്ങനത്തെ കുറേ പരിപാടി. അപ്പോൾ അതിനൊക്കെ കയറി അങ്ങനത്തെ ഒരു ഇതൊക്കെ തീരും പ്രോസസ്സ്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ടാറ്റ.